നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുള്ള കുറച്ച് ഇന്ന് രാവിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കോമ്പൗണ്ടിലൊക്കെ നല്ല രീതിക്ക് തന്നെ വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് ഇനി ഇങ്ങനെ മഴ തുടർന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മൂത്താൾ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായില്ല. പിന്നെ കാലത്ത് പോകുന്ന ആ ഒരു ടൈമിൽ വെള്ളം നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഈ ഭാഗത്തുള്ള എല്ലാ കുട്ടികളും ഇതേപോലെ ഈ വെള്ളം നീന്തിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് വെള്ളം കയറുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ കൊല്ലവും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. മൂത്തയാൾ പോകുന്ന ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അറ്റം വരെ റോഡാണ്. അപ്പോൾ ഈ റോഡിലാണ് ഇപ്പോൾ ഇത്രയും നമ്മുടെ തൊട്ടടുത്ത് കുറച്ച് പുഴയും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു തോടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിറയുമ്പോഴാണ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. വരട്ടെ റൈസ് ഭയങ്കര ബ്യൂട്ടി. ഇവിടെ മരണ്ട് നോക്ക് നോക്ക് കാണിക്ക്. എന്റെ പാന്റും മോളെ മൂത്താൾ കത്തിരിക്കാണ് വണ്ടിയിരുന്നത്. അപ്പോൾ അവളെ കൊണ്ട് ആക്കി വെച്ച് പിന്നെ തിരിച്ച് വന്നിട്ട് 9:15 വേണം ഇവളെ കൊണ്ട് ആക്കാനായിട്ട്. പക്ഷേ എൻ്റെ 2 വീലർ ഞാൻ പൊക്കത്ത് ഒരു വീട്ടിൽ വെച്ചിരിക്കുകയാണ്. വെള്ളം ഇല്ലാത്തൊരു വീട്ടിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് 2 വീലർ എടുത്തിട്ട് വേണം ഇവളായിട്ട് പോകാൻ. അപ്പോൾ ചെറിയ ആൾ ഉമ്മാൻ്റെ അടുത്ത് ഉമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഇവരെ സ്കൂളിൽ കൊണ്ടാക്കാനൊക്കെ ഒരു ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ് ടൈമിൽ. അപ്പോൾ ബുദ്ധിമുട്ടിട്ട് വേണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട്. സജിത്ത പോയിട്ടുണ്ടാവും. ഇവർക്ക് നമ്മൾ നീന്താണ് അത്ര നീന്തണ്ടേ. ഏറ്റവും നീന്തേണ്ടത് നമ്മളല്ലേ ഇവിടുന്ന് ഏറ്റവും സ്കൂളിൽ